ദൃശ്യം 3ന്റെ കഥ ഇങ്ങനെയാണെങ്കിലോ? നമുക്ക് നോക്കാം. സ്ട്രിക്ട്ലി മൈ പോയിന്റ് ഓഫ് വ്യൂ. ദൃശ്യം 2 എവിടെ അവസാനിച്ചോ അവിടെ തുടങ്ങാം. കോടതിയും കേസുമെല്ലാം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളായപ്പോൾ ജോർജ് കുട്ടിയുടെ വീട്ടിലേക്ക് ഒരു കാർ വന്നു. മധ്യവയസ്കരായ ഒരു ദമ്പതികളായിരുന്നു അതിൽ. വാതിൽ തുറന്ന റാണിയോട് ജോർജ് കുട്ടി ഇവിടെയുണ്ടോ എന്ന് അവർ ചോദിച്ചു. ഞങ്ങൾ കുറച്ച് ദൂരെ നിന്നാണ് വരുന്നത്, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. റാണി അവരെ അകത്തേക്ക് ക്ഷണിച്ചു. വൈകാതെ ജോർജ് കുട്ടി വന്നു. ശാന്തനായിരുന്നു കൊണ്ട് അയാൾ ചോദിച്ചു, നിങ്ങൾ ആരാണ്, എന്തിനാണ് എന്നെ കാണാൻ വന്നത്? ആ ദമ്പതികളുടെ മുഖത്ത് വലിയൊരു സങ്കടമുണ്ടായിരുന്നു. അവർ പറഞ്ഞു തുടങ്ങി, ഞങ്ങൾക്ക് അലക്സ് എന്ന പേരുള്ള ഒരു മകനുണ്ടായിരുന്നു. 5 വർഷം മുമ്പ് അവൻ കൊല്ലപ്പെട്ടു. കഴിഞ്ഞയാഴ്ച അവൻ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരു ഡയറി അവൻ്റെ റൂമിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടി. അവൻ്റെ കുറ്റസമ്മതവും അവന് തളർത്തിയ ചില കാഴ്ചകളുമായിരുന്നു അതിൽ. നിങ്ങൾക്ക് ഞങ്ങളുടെ മകനെ അറിയില്ലായിരിക്കും, പക്ഷേ വരുണിനെ അറിയാമല്ലോ. വരുൺ എന്നേക്കുമായി കാണാതായ രാത്രിയിൽ അവൻ തനിച്ചായിരുന്നില്ല ഇങ്ങോട്ട് വന്നത്. ഞങ്ങളുടെ മകൻ അലക്സും അവരോടൊപ്പം ഉണ്ടായിരുന്നു. ഇവിടെ നടന്നതെല്ലാം അത് നേരിട്ട് കണ്ടിട്ടുണ്ട്. അതെല്ലാം കണ്ട് അവൻ പേടിച്ച് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. മരിക്കുന്നതുവരെ ആ രഹസ്യം അവൻ ആരോടും പറഞ്ഞില്ല. പക്ഷെ മരിക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പേ അവൻ എന്തിനെയോ ആരെയോ വല്ലാണ്ട് ഭയപ്പെട്ടു. പെട്ടെന്ന് ആ ദമ്പതികൾ കുറച്ച് ദേഷ്യത്തോടെ ജോർജ് കുട്ടിയുടെ കണ്ണുകളിൽ നോക്കി ചോദിച്ചു, ജോർജ് കുട്ടി, വരുണിൻ്റെ കൂടെ അന്ന് അലക്സ് ഉണ്ടായിരുന്നുവെന്നും അവനിതെല്ലാം കണ്ടിട്ടുണ്ടെന്നും നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത്? എന്തിനായിരുന്നു നിങ്ങൾ അവനെ ഫോളോ ചെയ്തത്? അവൻ്റെ മരണത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? ജോർജ് കുട്ടി നിശബ്ദനായി അവരെ നോക്കിയിരുന്നു. അവർ തുടർന്നു, അലക്സിൻ്റെ കേസ് അന്വേഷിച്ച ഓഫീസർ വന്നിട്ടുണ്ട്. ബഹളം വെച്ച് ആളെ കൂട്ടണ്ട. എൻ്റെ മകൻ്റെ രക്തം നിങ്ങളുടെ കയ്യിൽ പറ്റിയിട്ടുണ്ടോ എന്ന് എനിക്കറിയണം. അയാൾ അത് അന്വേഷിക്കട്ടെ. ആ അന്വേഷണം എത്തി നിൽക്കുന്നത് വീണ്ടും ഈ പഠിക്കലാണെങ്കിൽ പേടിക്കണ്ട, ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്റ്റേഷനിൽ കയറേണ്ടി വരില്ല. അതിനുശേഷം അവർ തിരിച്ചുപോയി. ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം മറ്റൊരു വണ്ടി കൂടി അങ്ങോട്ട് വന്നു. 5 വർഷങ്ങൾക്ക് മുന്നേ ആ കേസ് അന്വേഷിച്ച് ഓഫീസറായിരുന്നു അതിൽ.